എവിടെ? ആ റൂം അടിച്ചെടുത്ത റൂമിന്റെ അകത്താ. ആ ഒച്ച കേൾക്കുന്നുണ്ട്. മാത്രം കേൾക്കുന്നുണ്ട്. ഗ്യാസിന്റെ വല്ല പ്രശ്നമാണോ? കുഴപ്പമില്ലാച്ചോ. അച്ഛോ കുഴപ്പമില്ലാച്ചോ. അച്ഛാ അച്ഛ പുറത്തോട്ടാ. എന്തു പറ്റി അച്ഛാ? എന്തു പറ്റി? ഒന്നുമില്ല. അച്ഛൻ കരയണ എന്തിനാ? ചേട്ടാ ചേട്ടാ കരയുന്നോ? ചിരിക്കണോ ചേട്ടാ? നിങ്ങക്ക് തോന്നുന്നതാ ചിരിക്കണോ? നേരത്തെ കരയായിരുന്നല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ എന്താ അമ്മേ ഈ പ്രകാരനാരാ? പ്രകാരനോ? പ്രഭാകരൻ. പ്രഭാകരനോ? പ്രഭാകരൻ ഏത്? എന്ന് പറയുന്നത് ഇനീഷ്യലാ. പ്രഭാകരൻ എന്ന് പറയുന്നത് നമ്മുടെ ആ കുഴിക്കാട്ടെ ആ കൊച്ചച്ഛന്റെ മോന്റെ കാര്യമാണോ ഈ പറയുന്നേ? അവനൊക്കെ പാമ്പ് കടിച്ചാലൊന്നും പറ്റൂല. അവനല്ലെന്ന് എന്റെ പ്രഭാകരൻ സാർ. ചേട്ടന്റെ പ്രഭാകരൻ. ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഭാകരൻ സാറ് ഓവർസിയർ ആയിട്ട് ജോലി ചെയ്തിരുന്നേ. ഓവർസിയർ അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രഭാകരൻ സാർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പുള്ളിക്കാരനെ മരിച്ചുപോയി കാണും, അതുകൊണ്ടല്ലേ ഇങ്ങനെ കരയുന്നേ. പാർവേ അതെ, സീതാമ്മയ്ക്ക് പറഞ്ഞ ആളെ അറിയൂ? പിന്നെ ചേട്ടൻ റിട്ടയർഡ് ആവുന്നതിന്റെ 7 വർഷം മുന്നേ ഈ പറഞ്ഞ സാറ് റിട്ടയർഡ് ആവുന്നത്. ഞങ്ങളൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നേ. വീട്ടിലൊക്കെ എപ്പോഴും വരുമായിരുന്നു. റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മോളുടെ കൂടെയോ മോന്റെ കൂടെയോ പുള്ളിക്കാരനുണ്ടായിരുന്നേ? മോളുടെ കൂടെ. പുള്ളിയുടെ പഴയ നമ്പർ എന്റെ മോളിലുണ്ടായിരുന്നു, അത് പോയി. ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് വിളിച്ച് ഒരു വാക്ക് പറയരുത്. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് എല്ലാവർക്കും അറിയാവുന്നത്. മരിക്കുന്നതിനും വേറെ വിളിച്ചു പറയൂ. நீங்க யாரையாச்சும் கூப்பிட்டு கேளுங்களேன், இந்த சவம் எப்போ எடுப்பாங்கன்னு. സാവോ? இந்த பொணத்தை சொன்ன உங்களுக்கு எல்லாம் தெரிய வேண்டாமா? அப்போ சீக்கிரம் கிளம்பலாமே நம்மளுக்கு. പൊണത്തിന് പൊണമെന്ന് പറഞ്ഞാൽ മതി പ്ലീസ്. എടാ, അദ്ദേഹത്തിന്റെ വീട് എവിടാന്ന് ചോര്. കൊളത്തൂപ്പുഴ. കൊളത്തൂപ്പുഴ കുളത്തുപുഴ എന്ന് പറയുമ്പോ നമ്മുടെ കൊല്ലം ജില്ല. അതായത് കറക്റ്റ് പറഞ്ഞാല് ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഏറ്റുമാനൂർ പോണ റൂട്ടിൽ പോകണം. എന്നിട്ട് അവിടുന്ന് മലയോര ഹൈവേ പിടിച്ചിട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ പുല്ലൂരിന്ന് സത്യം പറഞ്ഞാൽ പുല്ലൂരിന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോവാം, അച്ചൻകോവിലിൽ പോവാം. അച്ചൻകോവിലാണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അത് കഴിഞ്ഞ് നേരെ വിട്ട തെങ്കാച്ചി എന്നാണെങ്കിൽ കുട്രാലമാണെങ്കിൽ വേനലല്ലെങ്കിൽ നല്ല ഇടി വെട്ടി മഴ അങ്ങോട്ട് വരും. മഴ മാത്രമല്ല വെള്ളച്ചാട്ടം പിന്നെ നന്നായിട്ട് കുളിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളന്ന് പോയപ്പോ എന്ത് മഴയായിരുന്നു അറിയും. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാരും നിരഞ്ഞെന്ന് കുളിക്കുമായിരുന്നു. അയ്യോ, ഇത്ര കറക്റ്റ് ആയിട്ട് പറയാ. നീ അപ്പൊ പോയി? അന്ന് ഞാനും എന്റെ പിള്ളേരും എല്ലാരും കൂടെ അന്ന് പോയില്ലേ. എന്നിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരാള് പോയിരിക്കണ്, ഇപ്പൊ ഞാൻ പോയതാ ഇവിടുത്തെ. അയ്യോ പ്രഭാകരൻ ചേട്ടൻ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ റെഡിയാവേ, ഞാനും വേഗം റെഡിയാവാം. ഇവിടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഞാനും റെഡിയാവാം, ഞാനിവിടെ വരാം. ഞാനും കൂടെ വരാം. அப்படின்னா நானும் வரேன். എല്ലാരോടും ഞാനും വരാം. ചേച്ചി പോരെ? എന്നാ പറ്റി ടെമ്പോ ട്രാവലർ ഇടാ, എല്ലാവർക്കും കൂടെ കയറി പോവാ അങ്ങോട്ട്. പോവാം. തിരിച്ചു വരുന്ന വയ്ക്കുന്ന കുട്ടാലത്ത് പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എല്ലാരും പോയി വേഗം റെഡി ആയിക്കേ. എവിടെ പോണ്? ആരും പോവല്ലേ, അങ്ങോട്ടൊന്നും പോണ്ട. എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങണ്ടേ? അവിടെ ബോഡി എടുക്കുമ്പോ അവിടെ എത്തണ്ടേ? ബോഡിയൊക്കെ 3 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞെന്ന്. പ്രഭാകരൻ സാറ് മരിച്ചിട്ട് 3 വർഷമായി. ഞാൻ ഇന്ന് രാവിലെ ഫോൺ നോക്കിയപ്പോ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയണത് 3-ാം ചരമവാർഷികത്തിന്റെ പോസ്റ്റ്. ആരും എന്നെ അറിയിച്ചില്ലടാ.
ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഞാൻ സഹിക്കോളാ. പ്രഭാര സാറേ പോരേട്ടാ, എന്നോട് പൊറക്കണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അയ്യോ. മരിച്ചിട്ട് 3 വർഷമായിരുന്നല്ലേ? എന്നിട്ട് കുഴപ്പമുള്ള അച്ഛൻ ഇപ്പോഴാണ് അറിയണത്. നല്ലൊരു ട്രിപ്പ് മിസ്സായി. ഏ